അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, റമദാൻ മാസം ഒരു വിശ്വാസിയുടെ ആത്മാവിൻ്റെ വസന്തകാലമാണ്. ഈ മാസം വെറും വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും അനുഭവമല്ല സത്യവിശ്വാസികൾക്ക് നൽകുന്നത്, മറിച്ച് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് ഓരോ വിശ്വാസികൾക്കും അനുഭവപ്പെടേണ്ടത്. അപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസത്തെ നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാക്കി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നോമ്പുകളും നമ്മുടെ നമസ്കാരങ്ങളും ദുആകളും മറ്റെല്ലാ സൽപ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോക സ്രഷ്ടാവിൽ നിന്ന് വഹി ലഭിച്ചതിലൂടെ, അഥവാ ദിവ്യ സന്ദേശം ലഭിച്ചതിലൂടെ അദ്ദേഹം പ്രവാചകത്വം ലഭിച്ച അന്തിമ ദൂതനായി. ഈ ദിവ്യ സന്ദേശം അതൊരു സാധാരണ ആശയവിനിമയമല്ല, മറിച്ച് ഈ ആശയവിനിമയം ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അന്തിമ ദൂതന് ദിവ്യമായ സന്ദേശം കൈമാറലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇപ്രകാരം അള്ളാഹുവിൽ നിന്ന് സന്ദേശം ലഭിച്ചിരുന്നത് അത് ഒരേ രീതിയിലല്ലായിരുന്നു. വിവിധങ്ങളായ രൂപങ്ങളിൽ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ വെളിപാടുകൾ അവിടുത്തെ ഹൃദയത്തിലേക്ക് എത്തിയിരുന്നു. ഇത് പ്രവാചകന് ലഭിച്ച ദിവ്യ സന്ദേശത്തിൻ്റെ മഹത്വവും അതിൻ്റെ ഗൗരവവും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. പ്രവാചകത്വത്തിൻ്റെ തുടക്കത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ട സ്വപ്നങ്ങൾ അത് അദ്ദേഹത്തിന് പകലിൻ്റെ വെളിച്ചം പോലെ വ്യക്തമായിരുന്നു. അവ വെറും സ്വപ്നങ്ങളല്ലായിരുന്നു, മറിച്ച് ആ സ്വപ്നങ്ങൾ സത്യത്തിൻ്റെ ആദ്യ കിരണങ്ങളായിരുന്നു. പ്രവാചകൻ രാത്രിയിൽ കണ്ട സ്വപ്നങ്ങൾ അത് പകലിൽ ജീവിതത്തിൽ അതേപടി സംഭവിക്കുമായിരുന്നു. ഒരു സംശയവുമില്ലാതെ, ഒരു മങ്ങലുമില്ലാതെ ആ സ്വപ്നങ്ങൾ അതേപടി സംഭവിക്കുക എന്ന് പറയുന്നത് അത് ദിവ്യ സന്ദേശത്തിൻ്റെ ഏറ്റവും സുതാര്യമായ സൗമ്യമായ തുടക്കമായിരുന്നു. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പടച്ച തമ്പുരാൻ തൻ്റെ സൃഷ്ടികളിൽ നടപ്പിലാക്കുന്ന ഏതൊരു പ്രവർത്തനത്തിലും ഒരു ഹിക്മത്തുണ്ടാകും, ഒരു യുക്തി ഉണ്ടാകും. അത് പൂർണ്ണമായും മനസ്സിലാക്കുക എന്ന് പറയുന്നത് സൃഷ്ടികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണെങ്കിലും പ്രഥമ ബുദ്ധിയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഹൃദയത്തിന് ഒരു ദിവസം കൊണ്ട് ആകാശത്തിൻ്റെ ഭാരമുള്ള സന്ദേശം ഏറ്റെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആദ്യം നിശബ്ദമായ രൂപത്തിലുള്ള ഒരു പരിശീലനം നൽകുകയും അതിനുശേഷം ആത്മീയമായ ഒരു തയ്യാറെടുപ്പ് നടത്താൻ മാനസികമായി പ്രാപ്തനാക്കുകയും എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തെ ക്രമേണ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഈ വിഷയത്തിൽ പ്രവാചകത്വത്തിൻ്റെ തുടക്കത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ട സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട രൂപം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ ആദ്യം ആത്മവിശ്വാസം വളർത്തിക്കൊണ്ട് ദിവ്യ സന്ദേശത്തിൻ്റെ മൃദുസ്പർശം പരിചയപ്പെടുത്തിക്കൊണ്ട് ഇനി തുടർന്ന് വരാനിരിക്കുന്ന ദൈവിക വെളിപാടുകളുടെ ഭാരം അത് സ്വീകരിക്കാൻ അദ്ദേഹത്തെ സ്വയം സന്നദ്ധനാക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു ഹൃദയത്തെ ദിവ്യമായ ബന്ധത്തിലേക്ക് ഒരുക്കപ്പെടുന്ന ഘട്ടമായിരുന്നു. സഹോദരങ്ങളെ, ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ സന്ദേശം ലഭിച്ചിരുന്ന മറ്റൊരു സൂക്ഷ്മമായ രൂപം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തിയ മലക്ക് നേരിട്ട് പ്രവാചകൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ തന്നെ പ്രവാചകന് അറിയിച്ചു കൊടുക്കാനുള്ള സന്ദേശം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കപ്പെടുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദേശങ്ങൾ പുറത്തുനിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമായിട്ടോ കാതുകൾ കൊണ്ട് കേൾക്കുന്ന ഏതാനും വാക്കുകളായിട്ടോ അദ്ദേഹത്തിന് അനുഭവപ്പെടാതെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉറച്ച ഒരു ബോധ്യമുണ്ടാകുന്ന അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. പ്രവാചകന്മാർക്കുണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങൾ പ്രവാചകന്മാരല്ലാത്തവരുടെ അനുഭവങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. പ്രവാചകന്മാരുടെ ഈ അനുഭവങ്ങൾ തികച്ചും യാഥാർത്ഥ്യങ്ങളായിരിക്കും എന്ന് മാത്രമല്ല, അവർക്ക് അത് മുഖേന ലഭിക്കുന്ന അറിവ് യാതൊരുവിധ സംശയത്തിനോ ചാഞ്ചല്യത്തിനോ ഇടമില്ലാത്ത രൂപത്തിൽ യഥാർത്ഥവും സുദൃഢവുമായിരിക്കും എന്നുള്ളതാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകന്മാരുടെ ഹൃദയശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം,
ഹൃദയമാണ് വാസ്തവത്തിൽ സത്യത്തിൻ്റെ യഥാർത്ഥ സ്വീകരണ കേന്ദ്രം. ഹൃദയം ശുദ്ധമായിരിക്കുമ്പോൾ ദിവ്യ സന്ദേശം ആ ഹൃദയത്തിലേക്ക് പതിയാൻ യാതൊരു തടസ്സവും ഉണ്ടാവില്ല. എന്നാൽ ഹൃദയം അശുദ്ധമാണെങ്കിലോ എത്ര തന്നെ ദിവ്യമായ സന്ദേശങ്ങൾ കേട്ടാലും അതിൽ പറഞ്ഞ സത്യം അതവർക്ക് മനസ്സിലാകണമെന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയമാണ് എന്നത് നമ്മളിവിടെ പ്രത്യേകം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഹൃദയം ശുദ്ധീകരിക്കുകയും ആ ഹൃദയം ദൈവഭക്തി കൊണ്ട് നിറയുകയും ചെയ്താൽ സ്രഷ്ടാവിൽ നിന്ന് ലഭിക്കുന്ന മാർഗനിർദ്ദേശം അന്നേരം അവിടെ വ്യക്തമാകും എന്നർത്ഥം. ഇനി സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ സന്ദേശം ലഭിച്ചതിൻ്റെ ഏറ്റവും മഹത്തായ രൂപത്തിൽപ്പെട്ടതാണ് മലക്കിൻ്റെ മധ്യസ്ഥതയില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് പ്രവാചകനോട് സംസാരിക്കുന്ന രീതി. എന്നാൽ അത് നേരിട്ടുള്ള ദർശനം കൊണ്ടല്ല, മറിച്ച് ഒരു മറയുടെ പിന്നിൽ നിന്നുള്ള സംസാരമാണ്. അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്ന ഒരു പ്രകൃതിയും ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബാഹ്യേന്ദ്രിയങ്ങൾക്കോ ആന്തരേന്ദ്രിയങ്ങൾക്കോ അവയൊന്നും ഒരിക്കലും താങ്ങാൻ സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ദാസന്മാർക്ക് സന്ദേശം എത്തിക്കുന്നതിൽ നേരിട്ട് തന്നെ ദാസന്മാരോട് സംസാരിച്ച സംഭവങ്ങളും ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയിലെ 51-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ കാന ലി ബശരിൻ അൻ യുകല്ലിമുഹുല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയൂഹി ബിഇദ്നിഹി മാ യശാ. യാതൊരു മനുഷ്യനോടും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കൽ ഉണ്ടാകുന്നതല്ല ബോധനം നൽകലായോ, അല്ലെങ്കിൽ ഒരു മറയുടെ അപ്പുറത്തു നിന്നോ, അല്ലെങ്കിൽ ഒരു ദൂതനെ അയച്ച് അദ്ദേഹം അവൻ്റെ അനുവാദപ്രകാരം അവൻ ഉദ്ദേശിക്കുന്നത് ബോധനം നൽകുകയോ അല്ലാതെ. അള്ളാഹു ഒരു മറയുടെ അപ്പുറത്ത് നിന്ന് നേരിട്ട് പ്രവാചകന്മാരോട് സംസാരിച്ച രീതിയുടെ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണമാണ് മൂസാ നബി അലൈഹിസ്സലാമയുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അള്ളാഹുവുമായി സംസാരിച്ചവൻ എന്ന അർത്ഥത്തിൽ ഖലീമുല്ലാ എന്ന് വിളിക്കപ്പെട്ടത്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മിഅ്റാജിൻ്റെ രാത്രിയിൽ ഈ മഹത്തായ അനുഭവം ലഭിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള അള്ളാഹുവിൻ്റെ സംസാരത്തിന് ആത്മീയമായ ഒരു ഗൗരവമുണ്ട്, മനുഷ്യബുദ്ധിക്ക് അപ്പുറമുള്ള ഒരു മഹത്വമുണ്ട്. അവിടെ അള്ളാഹുവിനെ കാണുന്നില്ല, പക്ഷേ ആ ദിവ്യ സാന്നിധ്യം സംസാരം കേട്ടുകൊണ്ട് അനുഭവിക്കുന്നുണ്ട്. അഥവാ അവിടെ ശബ്ദമുണ്ട്, പക്ഷെ രൂപം കാണുന്നില്ല എന്നർത്ഥം. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്വം മനുഷ്യഗ്രാഹ്യതകൾക്കൊക്കെ അതീതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിനെ ഈ ലോകത്ത് വെച്ചുകൊണ്ട് പ്രവാചകന്മാർക്ക് പോലും കാണാൻ സാധിക്കുകയില്ല. പക്ഷേ അവൻ പ്രവാചകന്മാരുമായി സംസാരിച്ചത് വേദഗ്രന്ഥങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഒരിക്കലും രൂപപ്പെടുത്താൻ സാധിക്കുകയില്ല, സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. അതിലേക്ക് പോകുന്ന എല്ലാ വഴികളും ഇസ്ലാം വളരെ മനോഹരമായി അടച്ചിട്ടുണ്ട് എന്നർത്ഥം. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകുന്ന ദിവ്യ സന്ദേശത്തിൻ്റെ രൂപം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ആ ദിവ്യ സന്ദേശം അതൊരു സാധാരണ സംസാരമല്ല, മറിച്ച് അതവർക്ക് നൽകപ്പെടുന്ന വലിയ ഒരു ഉത്തരവാദിത്തമാണ്, ഒരു മഹത്തായ അമാനത്താണ്. ഇന്ന് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ഓരോ സൂക്തങ്ങളും അതെല്ലാം ആ ദിവ്യ സംസാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത്, പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ ആ വായിക്കുന്ന ഓരോ വ്യക്തികളും വളരെ കൃത്യമായി തന്നെ നമ്മളിവിടെ മനസ്സിലാക്കണം, ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വാക്കുകളല്ല, മറിച്ച് ഇത് അള്ളാഹുവിൽ നിന്ന് മനുഷ്യരിലേക്ക് എത്തിയ അള്ളാഹുവിൻ്റെ സംസാരമാണ്, ദിവ്യവചനമാണ്. സഹോദരങ്ങളെ, ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ സന്ദേശം ലഭിച്ചിരുന്ന മറ്റൊരു രൂപം, അത് മലക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സന്ദേശങ്ങൾ കൈമാറിയതാണ്. അത്തരം സന്ദർഭങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധയോടെ അത് കേൾക്കുകയും പരസ്പരം ചോദിക്കുകയും മറുപടി നൽകുകയും ഒക്കെ ചെയ്യും. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സാക്ഷികളായിട്ടുള്ള നിമിഷങ്ങളാണ്. എന്നാൽ അന്നേരം പ്രവാചകന് മാത്രമാണ് മലക്കിനെ കാണാനും കേൾക്കാനും അത്തരം സന്ദർഭങ്ങളിൽ സാധിച്ചിട്ടുള്ളത്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യ സന്ദേശം ലഭിച്ചിരുന്ന മറ്റൊരു രൂപമുണ്ട്. അത് തൻ്റെ അനുചരന്മാരായ സ്വഹാബികളുടെ സാന്നിധ്യത്തിൽ സംഭവിച്ച മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട സന്ദർഭങ്ങളാണ്. അതിലേറ്റവും പ്രസിദ്ധമായ ഉദാഹരണമാണ് ജിബ്രീൽ അലൈഹിസ്സലാം സ്വഹാബികളിൽപ്പെട്ട ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിൻ്റെ രൂപത്തിൽ
പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാറുള്ള സംഭവം. ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു സ്വഹാബികൾക്കിടയിൽ അതിസുന്ദരനായ സ്വഹാബിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഹദീസ് പ്രവാചകൻ്റെ അനുചരനായ ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രവാചകനോടൊത്ത് ഞങ്ങൾ ഒരു ദിവസം ഇരിക്കുമ്പോൾ തനി വെള്ള വസ്ത്രം ധരിച്ച കറുകറുത്ത മുടികളുള്ള ഒരാൾ ഞങ്ങളുടെ ഇടയിലേക്ക് കയറി വന്നു. ഞങ്ങളിൽ ആർക്കും തന്നെ അദ്ദേഹത്തെ പരിചയമില്ല. മാത്രമല്ല അദ്ദേഹത്തിൽ യാത്ര ചെയ്തു വന്നതായ ഒരു യാത്രക്കാരൻ്റെ ലക്ഷണവുമില്ല. അദ്ദേഹം വന്ന് കാൽമുട്ടുകൾ പ്രവാചകൻ്റെ കാൽമുട്ടിനോട് ചേർത്തു വെച്ച് തൻ്റെ കൈകൾ തുടയിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ്റെ അടുത്തിരുന്നു കൊണ്ട് അവിടേക്ക് കടന്നു വന്ന ആൾ ചോദിച്ചു, അല്ലയോ മുഹമ്മദ്, ഇസ്ലാം എന്താണ് എന്ന് എനിക്ക് അറിയിച്ചു തന്നാലും. അന്നേരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നും മുഹമ്മദ് അവൻ്റെ പ്രവാചകനാണ് എന്നും നീ സാക്ഷ്യപ്പെടുത്തലും നമസ്കാരം നിലനിർത്തലും നിർബന്ധദാനമായി സക്കാത്ത് കൊടുക്കലും റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കലും കഴിവുണ്ടെങ്കിൽ മക്കയിൽ പോയി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കലുമാണ് എന്ന്. അന്നേരം ആ വ്യക്തി പറഞ്ഞു, താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ചോദിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്തത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായി പോയി എന്ന് പ്രവാചകൻ്റെ അനുചരന്മാർ പറഞ്ഞു. അതിനുശേഷം ഈമാൻ എന്താണ് എന്ന് എനിക്ക് അറിയിച്ചു തന്നാലുമെന്ന് അദ്ദേഹം വീണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അന്നേരം പ്രവാചകൻ പറഞ്ഞു, ഈമാൻ എന്നാൽ അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും അവൻ്റെ പ്രവാചകന്മാരിലും അവസാന നാളിലും നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന വിധി നിർണയത്തിലും വിശ്വസിക്കലാകുന്നു എന്ന്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, താങ്കൾ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന്. അതിനുശേഷം ഇഹ്സാൻ എന്താണ് എന്ന് അറിയിച്ചു തന്നാലും എന്ന് അദ്ദേഹം വീണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ അതിന് മറുപടി പറഞ്ഞു, അള്ളാഹുവിനെ നീ കാണുന്നത് പോലെ നീ അവൻ ആരാധിക്കുക. നിനക്ക് അള്ളാഹുവിനെ കാണാൻ സാധ്യമല്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന്. അന്നേരം അദ്ദേഹം അവസാന നാളിനെക്കുറിച്ച് അറിയിച്ചു തരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അതിന് മറുപടിയായി പ്രവാചകൻ പറഞ്ഞു, ചോദിക്കപ്പെട്ടവൻ ചോദിച്ചവനേക്കാൾ ഈ കാര്യത്തിൽ അറിവുള്ളവനല്ല എന്ന്. അന്നേരം അവസാന നാളിൻ്റെ അടയാളത്തെപ്പറ്റി അറിയിച്ചു തന്നാലും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് മറുപടിയായി പ്രവാചകൻ പറഞ്ഞു, അടിമ സ്ത്രീ തൻ്റെ യജമാനത്തിയെ പ്രസവിക്കലാകുന്നു. നഗ്നപാതകരും ആട്ടിടയന്മാരും പാവപ്പെട്ടവരും കെട്ടിടമുണ്ടാക്കുന്നതിൽ പരസ്പരം മത്സരിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ അടയാളത്തിൽപ്പെട്ട കാര്യങ്ങൾ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. അതിനുശേഷം ആ ചോദ്യം ചോദിച്ചിരുന്ന വ്യക്തി അവിടെ നിന്നും അപ്രത്യക്ഷനായി. ഈ സംഭവം നടന്നതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അല്പനേരം അവിടെ തന്നെ ചിലവഴിച്ചു. പിന്നീട് പ്രവാചകൻ എന്നോട് ചോദിച്ചു, അല്ലയോ ഉമറെ, അതാരാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന്. അന്നേരം ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അള്ളാഹുവും അവൻ്റെ പ്രവാചകനുമാണ് ആ കാര്യത്തിൽ കൂടുതൽ അറിവുള്ളവർ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് നിങ്ങളുടെ മതം പഠിപ്പിച്ചു തരാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണ് ആ വ്യക്തി എന്ന്. സഹോദരങ്ങളെ, ഇവിടെ സംഭവിച്ചത് ഈ രൂപത്തിൽ പ്രവാചകന് സന്ദേശം കേൾപ്പിക്കപ്പെട്ടപ്പോൾ അത് മനസ്സിലാക്കാനും പഠിപ്പിക്കപ്പെടാനുമൊക്കെ ഇങ്ങനെയും ദിവ്യ സന്ദേശം കൈമാറുന്ന രീതി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഉപദേശങ്ങൾ കേൾക്കാനും ചോദിക്കാനും മനസ്സിലാക്കാനും പിന്നീട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനുമൊക്കെ ഇസ്ലാം ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ദിവ്യ സന്ദേശങ്ങളുടെ പ്രായോഗികവും പഠനാത്മകവുമായ രൂപമാണ് എന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദിവ്യ സന്ദേശത്തിൻ്റെ ഏറ്റവും അതിശയകരവും അപൂർവവുമായ രൂപങ്ങളിൽ ഒന്നാണ് മലക്കിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച അതേ യഥാർത്ഥ രൂപത്തിൽ കാണുന്നതും ദിവ്യ വെളിപാടുകൾ കൈമാറുന്നതും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിയെ 2 തവണ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാമിയുടെ യഥാർത്ഥ രൂപം അത് മനുഷ്യരൂപമല്ല. പ്രവാചക വചനങ്ങളിൽ കാണുന്നത് പോലെ അദ്ദേഹത്തിന് 600 ചിറകുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ചക്രവാളത്തിൻ്റെ ഉപരിഭാഗം മുഴുവനും മൂടുന്ന തരത്തിൽ ഈ മലക്കിനെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ട ഒരു ദൃശ്യം അതൊരു സാധാരണ കാഴ്ചയല്ല. മനുഷ്യ ഹൃദയത്തിന് താങ്ങാൻ പ്രയാസമുള്ള ഒരു കാഴ്ചയാണ്. പരിശുദ്ധ ഖുർആനിലെ 81-ാമത്തെ അധ്യായമായ സൂറത്ത് തക്വീറിലെ
23-ാമത്തെ സൂക്തത്തിൽ കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ടതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് റആഉ ബിൽ ഉഫുഖിൽ മുബീൻ. തീർച്ചയായും അദ്ദേഹത്തെ പ്രത്യക്ഷമായ മണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു സ്ഥലത്ത്, അതായത് പരിശുദ്ധ ഖുർആനിൽ 53-ാമത്തെ അധ്യായമായ സൂറത്ത് നജ്മിലെ 13-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് റആഉ നസ്ലതൻ ഉഖ്റാ. തീർച്ചയായും അദ്ദേഹം അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഒരു പ്രാവശ്യത്തിലെ വരവിലും അദ്ദേഹത്തെ, അതായത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിയെ കണ്ടിട്ടുണ്ട് എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ഈ രണ്ട് കാഴ്ചകളും ജിബ്രീൽ അലൈഹി ഇസ്ലാമിയുടെ യഥാർത്ഥ രൂപത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അതേ മലക്ക് തന്നെ യഥാർത്ഥ രൂപത്തിൽ ആകാശം മുഴുവനും മറക്കുന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട് എന്നർത്ഥം. മലക്കുകളുടെ ഈ ഒരു ലോകം സഹോദരങ്ങളെ നമ്മുടെ കണ്ണുകൾക്ക് അതീതമാണ്. നമ്മൾ കാണുന്നത് വളരെ ചെറിയ ഒരു ലോകമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പും അതിൻ്റെ മഹത്വവും അതിൻ്റെ വലുപ്പവും ഒക്കെ അതിരില്ലാത്തതാണ് എന്ന കാര്യമാണ് നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ ഖുർആനിലുള്ള കാര്യങ്ങൾ അത് ഭൂമിയിൽ ജനിച്ച വാക്കുകളല്ല, മറിച്ച് ആകാശാന്തരങ്ങൾ ഭേദിച്ചുകൊണ്ട് ഒരു മലക്കിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് എത്തിച്ച ദിവ്യ സന്ദേശമാണ് അത്. പ്രവാചകൻ്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്തൊരു പ്രവാചക വചനം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പറയുന്നത്, ഹാരിസ് ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എങ്ങനെയാണ് താങ്കൾക്ക് ദിവ്യ സന്ദേശം വരുന്നത്? അന്നേരം പ്രവാചകൻ പറഞ്ഞു, ചിലപ്പോൾ അത് മണിനാഥ പോലെയായിരിക്കും. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ എന്നിൽ നിന്നും വിയർപ്പുകൾ പൊടിയും. അപ്പോഴേക്കും മലക്ക് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഹൃദിസ്ഥമാക്കിയിട്ടുണ്ടാകും. ചിലപ്പോൾ മലക്ക് മനുഷ്യരൂപത്തിൽ വരികയും എന്നോട് സംസാരിക്കുകയും ചെയ്യും. അപ്പോഴും ആ കാര്യങ്ങൾ ഞാൻ ഹൃദിസ്ഥമാക്കും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അതിശക്തമായ തണുപ്പുള്ള ദിവസവും പ്രവാചകന് ദിവ്യ സന്ദേശം ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് വിയർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം പ്രവാചകൻ്റെ നെറ്റിത്തടങ്ങളിലും വിയർപ്പ് കാണാമായിരുന്നു എന്നാണ്. ഈ സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഖുർആനിക വചനങ്ങൾ അത് മറന്നു പോകുമോ എന്ന പേടി കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ധൃതി പിടിച്ചുകൊണ്ട് ആ നൽകപ്പെടുന്ന വചനങ്ങൾ പാരായണം ചെയ്യാൻ അദ്ദേഹം തൻ്റെ ചുണ്ടുകൾ ചലിപ്പിക്കാറുണ്ടായിരുന്നു എന്ന്. ആ സന്ദർഭത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന് ഓതിക്കൊടുക്കുന്ന കാര്യങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് കൽപ്പിക്കുന്നത്. ആ കൽപ്പന പരിശുദ്ധ ഖുർആനിലെ 75-ാമത്തെ അധ്യായമായ സൂറത്ത് ഖിയാമയിലെ 16 മുതൽ 19 വരെയുള്ള സൂക്തങ്ങളിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലാ തുഹർരികു ബിഹി ലിസാനക ലിതഅജല ബിഹി. നീ അത് ധൃതിപ്പെട്ട് ഹൃദിസ്ഥമാക്കാൻ വേണ്ടി അതും കൊണ്ട് നിൻ്റെ നാവ് നീ ചലിപ്പിക്കേണ്ട. ഇന്ന അലൈന ജംഅഹു വ ഖുർആന. തീർച്ചയായും അതിൻ്റെ ആ ഖുർആനിൻ്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാകുന്നു. ഫൈദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന. അങ്ങനെ നാം അത് ഓതിത്തന്നാൽ ആ ഓത്ത് നീ പിന്തുടരുക. സുമ്മ ഇന്ന അലൈന ബയാന. പിന്നീട് അത് വിവരിച്ചു തരലും നമ്മുടെ ബാധ്യതയാകുന്നു എന്ന്. സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അതൊരു സാധാരണ ഗ്രന്ഥമല്ല, അത് ദൈവികമായ വെളിപാടുകളുടെ ഒരു സമാഹാരമാണ്. അതിലെ ഓരോ വചനത്തിനും പിന്നിൽ ഒരു ആത്മീയ അനുഭവമുണ്ട്, ഒരു സ്വർഗീയ ഇടപെടലുണ്ട്. അതുകൊണ്ട് ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ നാം വായിക്കുന്നത് വെറും അറബിയിലുള്ള അക്ഷരങ്ങളല്ല, മറിച്ച് ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ ലോകസ്രഷ്ടാവിൻ്റെ വചനങ്ങളാണ്. അത് അവതരിപ്പിച്ചിട്ടുള്ളത് അവൻ തെരഞ്ഞെടുത്ത് നിയോഗിച്ച അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.